ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള റാങ്ക് മേക്കിംഗ് പോയിന്റുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാസാവസാനം റിവിഷൻ നടത്തുന്നവർക്കും പുതുതായി പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കറണ്ട് അഫയേഴ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 പത്മ പുരസ്കാരമാണ്. ആകെ 131 പത്മ പുരസ്കാരങ്ങൾക്കാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നിങ്ങനെ ഉൾപ്പെടുന്നു. ഓക്കെ, ഓർത്ത് വെക്കുക. ആകെ 131 പത്മ പുരസ്കാരങ്ങൾക്കാണ് 2026 രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നിങ്ങനെയാണ് ഉൾപ്പെടുന്നത്. ഇതിൽ 19 പേർ സ്ത്രീകളും 16 പേർക്ക് മരണാനന്തര ബഹുമതിയുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം 2026 ലഭിച്ചത് എന്നുകൂടി ഓർത്തു വെക്കുക. ഓക്കെ, ആകെ 131 പത്മ പുരസ്കാരങ്ങളിൽ 19 പേർ സ്ത്രീകളും അതുപോലെ 16 പേർക്ക് മരണാനന്തര ബഹുമതിയുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം 2026 ലഭിച്ചത് എന്നുകൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇനി 2026 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, N രാജം എന്നിവരാണ്. ഓക്കെ, ഓർത്തു വെക്കുക. 2026 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ, അതുപോലെ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KT തോമസ്, ഭാരതീയ ദർശനങ്ങളെയും സംസ്കാരത്തെയും ആഴത്തിൽ പഠിച്ച പണ്ഡിതനായ P നാരായണൻ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബോളിവുഡ് നടനായ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, പ്രശസ്ത വയലിൻ വാദകയായ ഉത്തർപ്രദേശിൽ നിന്നുള്ള N രാജം എന്നിവർക്കാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. കൂടാതെ VS അച്യുതാനന്ദനും ധർമ്മേന്ദ്ര സിംഗ് ഡിയോളിനും 2026 മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഓർത്തു വെക്കുക. അതായത് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചവരിൽ 2 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അവർ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. കൂടാതെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവരാണ്. ഓക്കെ, അതായത് 2026 പത്മവിഭൂഷൺ ലഭിച്ചവരിൽ 3 പേരും മലയാളികളാണ്. അവർ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. ഓക്കെ, ഇത് നമ്മൾ പിന്നീട് ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ 2026 പത്മവിഭൂഷൺ ലഭിച്ചവർ എത്ര പേരാണ്? 5 പേരാണ്. അവർ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, N രാജം എന്നിവരാണ്. നെക്സ്റ്റ്, 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആകെ 13 പേർക്കാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അവർ ആരൊക്കെയാണ്? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, അൽക്ക യാഗ്നിക്, ഷിബു സോറൻ, വിജയ് അമൃതരാജ്, ഉദയ് കൊട്ടക്, ഭഗത് സിംഗ് കോഷിയാരി, പീയൂഷ് പാണ്ഡെ, ഡോക്ടർ നോറി ദത്താത്രേയുഡു, കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, SKM മൈലാനന്ദൻ, ശതാവധാനി R ഗണേഷ്, VK മൽഹോത്ര എന്നിവരാണ്. ഓക്കെ, ഓർത്തു വെക്കുക. 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആകെ 13 പേർക്കാണ്. അവർ ആരൊക്കെയാണ്? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, അൽക്ക യാഗ്നിക്, ഷിബു സോറൻ, വിജയ് അമൃതരാജ്, ഉദയ് കൊട്ടക്, ഭഗത് സിംഗ് കോഷിയാരി, പീയൂഷ് പാണ്ഡെ, ഡോക്ടർ നോറി ദത്താത്രേയുഡു, കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, SKM മൈലാനന്ദൻ, ശതാവധാനി R ഗണേഷ്, VK മൽഹോത്ര എന്നിവർക്കാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഇതിൽ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചവരിൽ ഷിബു സോറൻ, പീയൂഷ് പാണ്ഡെ, അതുപോലെ VK മൽഹോത്ര എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. അതായത് 2026 പത്മഭൂഷൺ പുരസ്കാരങ്ങളിൽ 3 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അവർ ആരൊക്കെയാണ്? ഷിബു സോറൻ, പീയൂഷ് പാണ്ഡെ, VK മൽഹോത്ര. കൂടാതെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് മമ്മൂട്ടിയും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ 2026 പത്മ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്.
ഫസ്റ്റ് പത്മവിഭൂഷൺ 3 പേർക്കാണ് 3 മലയാളികൾക്കാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അവർ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, എന്നാലും പഠിച്ചു വെക്കുക, കാരണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് പത്മവിഭൂഷൺ 2026 ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി പത്മഭൂഷൺ പുരസ്കാരം 2026 ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരാണ്. ഓക്കെ, 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. നെക്സ്റ്റ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. 3 പേർക്കാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 113 പേർക്കാണ് ആകെ 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. എങ്കിലും ഈ 3 വ്യക്തികളെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? കൊല്ലക്കയിൽ ദേവികയമ്മ, കലാമണ്ഡലം വിമല മേനോൻ, AE മുത്തുനായകം എന്നിവരാണ്. ഓക്കെ, 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് കൊല്ലക്കയിൽ ദേവകിയമ്മ, കലാമണ്ഡലം വിമല മേനോൻ, AE മുത്തുനായകം എന്നിവർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ല. ഓക്കെ, ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികനായ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ബഹിരാകാശ ഗവേഷണ രംഗത്തെ സാഹസികതയും രാജ്യത്തിന് നൽകിയ അതുല്യമായ സംഭാവനകളും പരിഗണിച്ചാണ് ഈ ഒരു ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ലയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. ഓക്കെ, ഓർത്തുവെക്കുക. ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. ബഹിരാകാശ ഗവേഷണ രംഗത്തും വ്യോമസേനയിലും അദ്ദേഹം നൽകിയ അസാധാരണമായ സേവനങ്ങളെയും ധീരതയെയും മുൻനിർത്തിയാണ് രാജ്യം അദ്ദേഹത്തിന് കീർത്തി ചക്ര നൽകി ആദരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി ആരാണ്? ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ഇന്ത്യൻ നാവികസേനയിലെ വനിതാ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ A എന്നിവരാണ്. ഓക്കെ, ലോകം ചുറ്റിയുള്ള നാവിക സാഗർ പരിക്രമ 2 ദൗത്യത്തിലെ ധീരതയ്ക്കാണ് ഇരുവർക്കും പുരസ്കാരം. ഇവരോടൊപ്പം CRPF ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസണും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2026 ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ഇന്ത്യൻ നാവികസേനയിലെ വനിതാ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ A, CRPF ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസൺ എന്നിവർക്കാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ഓക്കെ, ഓർത്തുവെക്കുക. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ ആണെന്ന് ഓർത്തുവെക്കുക. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ വിരമിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഓക്കെ, ഓർത്തുവെക്കുക. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ ആണെന്ന് ഓർത്തുവെക്കുക. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ വിരമിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. നെക്സ്റ്റ്, 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥികൾ ആരൊക്കെയാണ്? യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വോണ്ടർ ലൈൻ, യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷനായ അന്റോണിയോ കോസ്റ്റ എന്നിവരാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥികളായി വന്നത് ആരൊക്കെയാണ്? യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വോണ്ടർ ലൈൻ, യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷനായ അന്റോണിയോ കോസ്റ്റ എന്നിവരാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിദേശ നേതാക്കൾ ഒരുമിച്ച് മുഖ്യാതിഥികളായി എത്തുന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥികളായി വന്നത് ആരൊക്കെയാണ്? യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വോണ്ടർ ലൈനും യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷനായ അന്റോണിയോ കോസ്റ്റയുമാണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? കണ്ണൂർ ജില്ലയിലെ ആറളമാണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് കണ്ണൂർ ജില്ലയിലെ ആറളം. 2025 ജൂലൈയിൽ കേരള സംസ്ഥാന വന്യജീവി ബോർഡ് ആറളം വന്യജീവി സങ്കേതത്തെ ആറളം ചിത്രശലഭ സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയത് 2026 ജനുവരിയിലായിരുന്നു എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2025 ജൂലൈയിൽ കേരള സംസ്ഥാന വന്യജീവി ബോർഡ് ആറളം വന്യജീവി സങ്കേതത്തെ ആറളം ചിത്രശലഭ സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയത് എപ്പോഴാണ്? 2026 ജനുവരിയിലാണ് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് കണ്ണൂർ ജില്ലയിലെ ആറളം. നെക്സ്റ്റ്, 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ ഏത് ദൗത്യമാണ് പരാജയപ്പെട്ടത്? ഏത് ദൗത്യമാണ്? PSLV C-62. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ ഏത് ദൗത്യമാണ് പരാജയപ്പെട്ടത്? PSLV C-62. 2026 ISROയുടെ ആദ്യ വിക്ഷേപണമായിരുന്നു ഇത്. ഭൂനിരീക്ഷണ ഉപഗ്രഹമായ EOS N1 അതുപോലെ മറ്റ് 15 ചെറു ഉപഗ്രഹങ്ങൾ എന്നിവ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. റോക്കറ്റിൻ്റെ 3ാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് പരാജയത്തിന് കാരണമായത്. 3ാം ഘട്ടത്തിൽ മർദ്ദം കുറയുകയും റോക്കറ്റ് നിശ്ചിത പാതയിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തതിനാൽ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല. PSLV റോക്കറ്റുകൾ തുടർച്ചയായി പരാജയപ്പെടുന്ന രണ്ടാമത്തെ ഒരു സംഭവമാണിത്. ഇതിനു മുൻപ് 2025 മെയ്യിൽ നടന്ന PSLV C-61 ദൗത്യവും പരാജയപ്പെട്ടിരുന്നു. ഓക്കെ, ഈ ഒരു പരാജയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ISRO ഒരു ഫെയിലർ അനാലിസിസ് കമ്മിറ്റി കൂടി രൂപീകരിച്ചിട്ടുണ്ട് എന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ 2026 ജനുവരി 12 വിക്ഷേപിച്ച ISROയുടെ ഏത് ദൗത്യമാണ് പരാജയപ്പെട്ടത്? PSLV C-62 ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, റോഡ് നിർമ്മാണത്തിനായി കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്ന് ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. റോഡ് നിർമ്മാണത്തിനായി കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്ന് ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിൻ്റെ രൗദ്രസാത്വികം എന്ന കാവ്യസമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. ഇതേ കൃതിക്ക് തന്നെ അദ്ദേഹത്തിന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും സരസ്വതി സമ്മാൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുകൂടി ഒന്ന് ഓർത്തുവെക്കുക. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ രൗദ്രസാത്വികം എന്ന കാവ്യസമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, 2026 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രശസ്ത നടൻ ലാലു അലക്സ് ആണെന്ന് ഓർത്തുവെക്കുക. 2026 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ലാലു അലക്സ് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, TP മാധവൻ സ്മാരക പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര പ്രതിഭകൾ ആരൊക്കെയാണ്? മധു, ജഗതി ശ്രീകുമാർ എന്നിവരാണ്. ഓക്കെ, ഓർത്തുവെക്കുക. TP മാധവൻ സ്മാരക പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര പ്രതിഭകളാണ് മധു, ജഗതി ശ്രീകുമാർ എന്നിവർ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ TP മാധവൻ സ്മാരക പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര പ്രതിഭകൾ ആരൊക്കെയാണ്? മധു, ജഗതി ശ്രീകുമാർ. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത നാഗസ്വരം വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത നാഗസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണെന്ന് ഓർത്തുവെക്കുക. നാഗസ്വരത്തെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയതിനും ഭക്തിഗാന ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളും പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത നാഗസ്വരം വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയിക്കാണ്. ഓക്കെ, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയിക്കാണെന്ന് ഓർത്തുവെക്കുക. സാഹിത്യത്തിലും സാമൂഹിക വിഷയങ്ങളിലും അരുന്ധതി റോയി നടത്തിയ നിസ്തുലമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർട്ടമിസ് 2 നടത്തുന്ന രാജ്യം ഏതാണ്?
അമേരിക്ക. ഓക്കെ, ഓർത്തു വെക്കുക. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർട്ടമിസ് 2 നടത്തുന്ന രാജ്യമാണ് അമേരിക്ക. നാസയുടെ ആർട്ടമിസ് പദ്ധതിയുടെ രണ്ടാമത്തെ ദൗത്യമാണ് ആർട്ടമിസ് 2. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കുന്ന ആദ്യ ക്രൂഡ് ദൗത്യമാണിത്. 4 അംഗങ്ങളാണ് ഈ ഒരു സംഘത്തിലുള്ളത്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് സാങ്കേതിക പരിശോധനകൾക്ക് ശേഷം 2026 മാർച്ചിലോ ഏപ്രിലിലോ വിക്ഷേപണം നടന്നേക്കാം. 10 ദിവസത്തെ ഈ ഒരു ദൗത്യത്തിൽ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെ വരും. അവർ ചന്ദ്രനിൽ ഇറങ്ങില്ല, പകരം പേടകത്തിന്റെ സുരക്ഷയും സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കുകയാണ് ലക്ഷ്യം. ദൗത്യം വിജയകരമായാൽ 2027-28 കാലയളവിൽ നടക്കുന്ന ആർട്ടമിസ് 3 ദൗത്യത്തിലൂടെ മനുഷ്യൻ വീണ്ടും ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തും. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർട്ടമിസ് 2 നടത്തുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുമായി രാജസ്ഥാൻ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഒരു ഉത്തരവിട്ടത്. ദിവസവും രാവിലെ സ്കൂൾ അസംബ്ലിയിൽ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പത്രവായനയ്ക്കായി മാറ്റിവെക്കണം എന്നതാണ് ഉത്തരവ്. രാജസ്ഥാന് തൊട്ടു മുൻപ് ഉത്തർപ്രദേശും സമാനമായ രീതിയിൽ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയിരുന്നു എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പോൾ 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി RUDED അഥവാ ചൈനീസ് ഭാഷയിൽ സിലേമേ എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈന. ഓക്കെ, ഓർത്തുവെക്കുക. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി RUDED അഥവാ ചൈനീസ് ഭാഷയിൽ സിലേമേ എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ പ്രായമായവരോ ആയ ആളുകൾ മരണപ്പെടുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ പുറം ലോകം അറിയാൻ വൈകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉപയോക്താക്കൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു ബട്ടൺ അമർത്തി തങ്ങൾ സുരക്ഷിതരാണെന്ന് അറിയിക്കണം. നിശ്ചിത സമയത്തിനുള്ളിൽ ബട്ടൺ അമർത്താത്ത പക്ഷം ആപ്പ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇമെയിൽ വഴിയോ മറ്റോ സന്ദേശം അയക്കും. അന്താരാഷ്ട്ര വിപണിയിൽ ഈ ഒരു ആപ്പ് ഡെമുമു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി RUDED അഥവാ ചൈനീസ് ഭാഷയിൽ സിലേമേ എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ എന്ന പേരിൽ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഓക്കെ, ഓർത്തുവെക്കുക. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ എന്ന പേരിൽ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. നെക്സ്റ്റ്, രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ ഏതാണ്? പൻകുടി. ഓക്കെ, ഓർത്തുവെക്കുക. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻകുടി. നെക്സ്റ്റ്, സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കനൽ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ. സ്ത്രീധന പീഡനങ്ങൾക്കും ഗാർഹിക പീഡനങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുക, സ്ത്രീകൾക്ക് നിയമസഹായവും സംരക്ഷണവും ഉറപ്പാക്കുക എന്നിവയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കനൽ പദ്ധതിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഗോവയുടെ പ്രാചീന സംസ്കാരത്തിൻ്റെ തൊട്ടിലായ നദിയുടെ പേരിൽ രൂപീകരിച്ച ഗോവയിലെ 3ാമത്തെ ജില്ല ഏതാണ്? കുശാവതി. ഓക്കെ, ഓർത്തുവെക്കുക. ഗോവയുടെ പ്രാചീന സംസ്കാരത്തിൻ്റെ തൊട്ടിലായ നദിയുടെ പേരിൽ രൂപീകരിച്ച ഗോവയിലെ 3ാമത്തെ ജില്ലയാണ് കുശാവതി. ഇതോടെ നോർത്ത് ഗോവയ്ക്കും സൗത്ത് ഗോവയ്ക്കും പുറമെ കുശാവതി കൂടി നിലവിൽ വന്നതോടെ ഗോവയിലെ ജില്ലകളുടെ എണ്ണം 3 എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പോൾ ഗോവയുടെ പ്രാചീന സംസ്കാരത്തിൻ്റെ തൊട്ടിലായ നദിയുടെ പേരിൽ രൂപീകരിച്ച ഗോവയിലെ 3ാമത്തെ ജില്ല ഏതാണ്? കുശാവതി ജില്ലയാണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? പാലക്കാടിലെ ലക്കിടിയിലാണെന്ന് ഓർത്തുവെക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് പാലക്കാട്ടെ ലക്കിടിയിലാണെന്ന് ഓർത്തുവെക്കുക. ഈ ഒരു വനിതാ സ്വകാര്യ വ്യവസായ പാർക്കിൻ്റെ പേരാണ് ലെഗസി ഇൻഡസ്ട്രിയൽ സോൺ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി എന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? പാലക്കാടുള്ള ലക്കിടിയിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? NS മാധവൻ. ഓക്കെ, ഓർത്തുവെക്കുക. 2026 സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് NS മാധവൻ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളായ എവറസ്റ്റ് ഏഷ്യ, എൽബ്രസ് യൂറോപ്പ്, കിളിമഞ്ചാരോ ആഫ്രിക്ക എന്നിവ കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വനിത ആരാണ്? ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ചോൻസിൽ ആങ്മോയാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളായ ഏഷ്യയിലെ എവറസ്റ്റ്, യൂറോപ്പിലെ എൽബ്രസ്, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ എന്നിവ കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വനിതയാണ് ഹിമാചൽ പ്രദേശ് സ്വദേശിനിയായ ചോൻസിൽ ആങ്മോ. നെക്സ്റ്റ്, ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഓക്കെ, ഓർത്തുവെക്കുക. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. 2025 അവസാനത്തോടെ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ നോമിനൽ GDP ഏകദേശം $4.18 മുതൽ $4.19 ട്രില്യൺ എത്തിയതോടെയാണ് ഈ ഒരു ചരിത്ര നേട്ടം കൈവരിച്ചത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യമാണ് അമേരിക്ക. 2ാം സ്ഥാനത്ത് ചൈനയും 3ാം സ്ഥാനത്ത് ജർമ്മനിയുമാണ്. ഈ ഒരു ലിസ്റ്റിലേക്കാണ് ഇന്ത്യ 4ാമതായി വന്നത് എന്ന് ഓർത്തുവെക്കുക. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണെന്ന് ഓർത്തുവെക്കുക. 1ാം സ്ഥാനത്ത് അമേരിക്ക, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് ജർമ്മനി, 4ാം സ്ഥാനത്ത് ഇന്ത്യ. ഓക്കെ, ഓർത്തുവെക്കുക. നെക്സ്റ്റ്, യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി അവതരിപ്പിച്ച ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നം ഏതാണ്? ഉദയ്. ഓക്കെ, ഓർത്തുവെക്കുക. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി അവതരിപ്പിച്ച ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നമാണ് ഉദയ്. ആധാർ ഭാഗ്യചിഹ്നമായ ഉദയ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണെന്ന് ഓർത്തുവെക്കുക. അതോടൊപ്പം ഓർത്തുവെക്കേണ്ട മറ്റൊരു പോയിന്റാണ്, ഈ ഒരു ഭാഗ്യചിഹ്നത്തിന് ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചത് ഭോപ്പാൽ സ്വദേശിനിയായ റിയ ജെയിനാണ്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി അവതരിപ്പിച്ച ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നമാണ് ഉദയ്. ഈ ഒരു ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ്. മാത്രമല്ല, ഈ ഒരു ഭാഗ്യചിഹ്നത്തിന് ആ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഭോപ്പാൽ സ്വദേശിനിയായ റിയ ജെയിൻ ആണെന്ന് കൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ജനുവരി 26 ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം ഏതൊക്കെയാണ്? 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം, കൊച്ചി വാട്ടർ മെട്രോ. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ജനുവരി 26 ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യങ്ങളാണ് 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം, കൊച്ചി വാട്ടർ മെട്രോ. നെക്സ്റ്റ്, KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായ നടൻ ആരാണ്? മോഹൻലാൽ. ഓക്കെ, ഓർത്തുവെക്കുക. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായ നടനാണ് മോഹൻലാൽ. നെക്സ്റ്റ്, കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥി ആരാണ്? നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ആണെന്ന് ഓർത്തുവെക്കുക. കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥിയാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ്. നെക്സ്റ്റ്, മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഓർത്തുവെക്കുക. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. അതുപോലെ 2026 സർഗപ്രഭ പുരസ്കാരം ലഭിച്ചതും ആർക്ക് തന്നെയാണ്?
പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് തന്നെയാണ് 25,001 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ 2025 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാറിനാണെന്ന് ഓർത്തുവെക്കുക. ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ 2025 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാറിനാണെന്ന് ഓർത്തുവെക്കുക. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, ഡച്ച് കോളനി നിയമങ്ങൾ ഒഴിവാക്കി സ്വന്തമായി പുതിയ പീനൽ കോഡ് 2026 നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഓക്കെ, ഓർത്തുവെക്കുക. ഡച്ച് കോളനി നിയമങ്ങൾ ഒഴിവാക്കി സ്വന്തമായി പുതിയ പീനൽ കോഡ് 2026 നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്തോനേഷ്യ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഡച്ച് അധിനിവേശ കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഇന്തോനേഷ്യ സ്വന്തമായി രൂപപ്പെടുത്തിയ പുതിയ പീനൽ കോഡ് 2026 ജനുവരി 2 മുതൽ ഔദ്യോഗികമായി നിലവിൽ വന്നു. 1918 മുതൽ നിലനിന്നിരുന്ന ഡച്ച് നിയമങ്ങൾക്ക് പകരമായാണ് 2023 അംഗീകരിച്ച ഈയൊരു നിയമം 3 വർഷത്തെ പരിവർത്തന കാലയളവിന് ശേഷം നടപ്പിലാക്കിയത്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ ഡച്ച് കോളനി നിയമങ്ങൾ ഒഴിവാക്കി സ്വന്തമായി പുതിയ പീനൽ കോഡ് 2026 നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, തൊണ്ടി മുതൽ അട്ടിമറിച്ച് വിധിയിൽ കൃത്രിമം കാണിച്ചതിന് ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമായ മുൻ മന്ത്രി ആരാണ്? ആന്റണി രാജു. ഓക്കെ, ഓർത്തുവെക്കുക. തൊണ്ടി മുതൽ അട്ടിമറിച്ച് വിധിയിൽ കൃത്രിമം കാണിച്ചതിന് ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമായ മുൻ മന്ത്രിയാണ് ആന്റണി രാജു. നെക്സ്റ്റ്, എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ്? വയനാട്ടിലെ കൽപ്പറ്റ കോടതിയാണെന്ന് ഓർത്തുവെക്കുക. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് വയനാട്ടിലെ കൽപ്പറ്റ കോടതി. കേസുകൾ ഫയൽ ചെയ്യുന്നതു മുതൽ സാക്ഷി വിസ്താരം, തെളിവുകൾ രേഖപ്പെടുത്തൽ, ഇടക്കാല ഉത്തരവുകൾ, അന്തിമ വിധിന്യായം എന്നിവ വരെ എല്ലാ ഘട്ടങ്ങളും പൂർണ്ണമായും ഡിജിറ്റലായാണ് ഇവിടെ നടക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ IT വിഭാഗം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ്? വയനാട്ടിലെ കൽപ്പറ്റ കോടതിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേരളത്തിന് പുറത്തും വിദേശത്തും ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെയും IT ജീവനക്കാരെയും തിരികെ നാട്ടിലെത്തിച്ച് സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് അഥവാ IT ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? തിരികെ. ഓക്കെ, ഓർത്തുവെക്കുക. കേരളത്തിന് പുറത്തും വിദേശത്തും ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെയും IT ജീവനക്കാരെയും തിരികെ നാട്ടിലെത്തിച്ച് സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് അഥവാ IT ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് തിരികെ. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന 3 ദശലക്ഷത്തോളം വരുന്ന പ്രവാസി മലയാളികളെയും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തി കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും അവസരങ്ങൾ നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ കേരളത്തിന് പുറത്തും വിദേശത്തും ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെയും IT ജീവനക്കാരെയും തിരികെ നാട്ടിലെത്തിച്ച് സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് IT ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? തിരികെ. 2026 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? സ്വയം ജ്വലിപ്പിച്ച് നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയമാണ് സ്വയം ജ്വലിപ്പിച്ച് നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ജനുവരി 12 ദേശീയ യുവജന ദിനമായി നാം ആചരിക്കുന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2026 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? സ്വയം ജ്വലിപ്പിച്ച് നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ആഗോളതലത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ മാസം ഏതാണ്? ഫെബ്രുവരി. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ആഗോളതലത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ മാസമാണ് ഫെബ്രുവരി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്?
കേരളമാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ബാസിലസ് സബ്റ്റിലിസ് എന്ന പ്രോബയോട്ടിക് ബാക്ടീരിയയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ബാക്ടീരിയയായി അല്ലെങ്കിൽ സംസ്ഥാന സൂക്ഷ്മജീവിയായി തിരഞ്ഞെടുത്തത്. ബാക്ടീരിയകളെല്ലാം രോഗകാരികളല്ലെന്നും നല്ല ബാക്ടീരിയകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതുമാണ് ഈ നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ബാസിലസ് സബ്റ്റിലിസ് എന്നാണ് സംസ്ഥാന ബാക്ടീരിയയുടെ പേര്. നെക്സ്റ്റ്, കലായ് 11 എന്ന ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. കലായ് 11 എന്ന ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓക്കെ, ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ലോസ് ആഞ്ചലസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ ഏതാണ്? ഭ്രമയുഗം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗമാണ് ലോസ് ആഞ്ചലസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ. അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ മലയാള ചിത്രം എന്ന പ്രത്യേകതയും ഭ്രമയുഗത്തിനുണ്ട് എന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, ലോസ് ആഞ്ചലസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ ഏതാണ്? ഭ്രമയുഗമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകൾക്ക് 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണ്? സ്വാതി ശാന്തകുമാർ. ഓക്കെ, ഓർത്തുവെക്കുക. സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകൾക്ക് 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസറാണ് സ്വാതി ശാന്തകുമാർ. നെക്സ്റ്റ്, സംസ്ഥാന ഗവൺമെൻറ് പ്രഥമ രജിസ്ട്രേഷൻ ദിനമായി ആചരിച്ചത് എന്നാണ്? 2026 ജനുവരി 4 ഓർത്തുവെക്കുക. സംസ്ഥാന ഗവൺമെൻറ് പ്രഥമ രജിസ്ട്രേഷൻ ദിനമായി ആചരിച്ചത് 2026 ജനുവരി 4 ഓർത്തുവെക്കുക. 1865 ജനുവരി 4 കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ രാജ്യത്തെ ആദ്യത്തെ ഔദ്യോഗിക രജിസ്ട്രേഷൻ നടന്നതിൻ്റെ സ്മരണയ്ക്കായാണ് ഈയൊരു ദിവസം തിരഞ്ഞെടുത്തത്. ഇനി മുതൽ ജനുവരി 4 എന്ത് ദിവസമായിട്ട് ആചരിക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്? രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാനാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രഥമ രജിസ്ട്രേഷൻ ദിനമായി ആചരിച്ചത് എന്നാണ്? 2026 ജനുവരി 4 ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരോന്നതി. ഓക്കെ, ഓർത്തുവെക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. നെക്സ്റ്റ്, 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. നെക്സ്റ്റ്, കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സീതാരാമയ്യ. ഓക്കെ, ഓർത്തുവെക്കുക. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സീതാരാമയ്യയാണെന്ന് ഓർത്തുവെക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡ്രാമ വിഭാഗത്തിൽ ഹാംനെറ്റും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറുമാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ഡ്രാമ വിഭാഗത്തിൽ ഹാംനെറ്റ്, അതുപോലെ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നിവയാണ്. അടുത്തത് മികച്ച നടനുള്ള പുരസ്കാരം. ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറയ്ക്കും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ തിമോത്ത ശാലമയ്ക്കുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ദ സീക്രട്ട് ഏജന്റ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് വാഗ്നർ മൗറയ്ക്ക് ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അതുപോലെ മാർട്ടി സുപ്രീം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് തിമോത്ത ശാലമയ്ക്ക് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് മികച്ച നടി ആരൊക്കെയാണ്? ഡ്രാമ വിഭാഗത്തിൽ ജെസി ബക്ലിയെയും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ റോസ് ബൈറണെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹാംനെറ്റ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ജെസി ബക്ലിക്ക് ഡ്രാമ വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഇഫ് ഐ ഹാഡ് ലെഗ്സ്, ഐ വുഡ് കിക്ക് യു എന്ന ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് റോസ് ബൈറണ് മ്യൂസിക്കൽ കോമഡി
വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഓർത്തു വെക്കുക. അടുത്തത് മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സ് ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതിനാണ് പോൾ തോമസ് ആൻഡേഴ്സിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ബ്രസീലിയൻ ചിത്രമായ ദ സീക്രട്ട് ഏജന്റ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡ്രാമ വിഭാഗത്തിൽ ഹാംനെറ്റും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറുമാണെന്ന് ഓർത്തു വെക്കുക. മികച്ച നടനുള്ള പുരസ്കാരം ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറയ്ക്കും അതുപോലെ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ തിമോത്ത ശാലമയ്ക്കുമാണെന്ന് ഓർത്തു വെക്കുക. ദ സീക്രട്ട് ഏജന്റ് എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് വാഗ്നർ മൗറയ്ക്ക് ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അതുപോലെ മാർട്ടി സുപ്രീം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് തിമോത്ത ശാലമയ്ക്ക് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഡ്രാമ വിഭാഗത്തിൽ ജെസി ബക്ലിക്കും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ റോസ് ബൈറണുമാണ് ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഇഫ് ഐ ഹാഡ് ലെഗ്സ്, ഐ വുഡ് കിക്ക് യു എന്ന ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് റോസ് ബൈറന് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഹാംനെറ്റ് എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് ജെസി ബക്ലിക്ക് ഡ്രാമ വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പോൾ തോമസ് ആൻഡേഴ്സിനാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതിനാണ് പോൾ തോമസ് ആൻഡേഴ്സിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ബ്രസീലിയൻ ചിത്രമായ ദ സീക്രട്ട് ഏജന്റ് ആണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. 18-ാം വയസ്സിൽ ദക്ഷിണ ധ്രുവത്തിലെത്തിയതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ വനിതയുമായി കാമ്യ കാർത്തികേയൻ മാറി എന്ന് ഓർത്തുവെക്കുക. കൂടാതെ 17-ാം വയസ്സിൽ ലോകത്തിലെ 7 വൻകരകളിലെയും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുന്ന 7 സമ്മിറ്റ് ചാലഞ്ച് പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതയും കാമ്യ കാർത്തികേയനാണ് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 അവസാനത്തിൽ ലോക റാപ്പിഡ്, ലോക ബ്ലിറ്റ്സ് ചെസ് കിരീടങ്ങൾ നേടിയ താരം ആരാണ്? നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ ആണെന്ന് ഓർത്തുവെക്കുക. 2025 അവസാനത്തിൽ ലോക റാപ്പിഡ്, ലോക ബ്ലിറ്റ്സ് ചെസ് കിരീടങ്ങൾ നേടിയ താരമാണ് നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. നെക്സ്റ്റ്, 2026 ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ റാപ്പിഡ് ടൂർണമെൻറ്റിൽ ചാമ്പ്യൻ പട്ടം നേടിയ മലയാളി താരം ആരാണ്? നിഹാൽ സരിൻ. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ റാപ്പിഡ് ടൂർണമെൻറ്റിൽ ചാമ്പ്യൻ പട്ടം നേടിയ മലയാളി താരമാണ് നിഹാൽ സരിൻ. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം പൂർണ്ണമായും നിർത്തലാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഓക്കെ, ഓർത്തുവെക്കുക. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം പൂർണ്ണമായും നിർത്തലാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഡെൻമാർക്ക്. ഡിജിറ്റൽ യുഗത്തിൻ്റെ കടന്നുവരവോടെ കത്തുകളുടെ എണ്ണത്തിലുണ്ടായ വൻ കുറവാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം പൂർണ്ണമായും നിർത്തലാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകം ഏതാണ്? ചീനക്കൊട്ടാരം. ഓക്കെ, ഓർത്തുവെക്കുക. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ചീനക്കൊട്ടാരം. നെക്സ്റ്റ്, 2026 ജനുവരിയിലെ കണക്കുപ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി ഏതാണ്? എൻവിഡിയയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ജനുവരിയിലെ കണക്കുപ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് എൻവിഡിയ. നെക്സ്റ്റ്, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സായം പ്രഭ. ഓക്കെ, ഓർത്തുവെക്കുക. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സായം പ്രഭ.
നെക്സ്റ്റ്, കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിനായി സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച 2 തീവ്രയജ്ഞ മിഷനുകൾ ഏതൊക്കെയാണ്? മിഷൻ മഞ്ഞക്കൊന്ന, മിഷൻ കൃഷി പുനരുജ്ജീവനം. ഓർത്തുവെക്കുക. കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിനായി സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച 2 തീവ്രയജ്ഞ മിഷനുകളാണ് മിഷൻ മഞ്ഞക്കൊന്ന, മിഷൻ കൃഷി പുനരുജ്ജീവനം. ഇനി എന്താണ് മിഷൻ മഞ്ഞക്കൊന്ന? വനത്തിനുള്ളിലെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായതും മൃഗങ്ങൾക്ക് ഭക്ഷണക്ഷാമം ഉണ്ടാക്കുന്നതുമായ മഞ്ഞക്കൊന്ന എന്ന അധിനിവേശ സസ്യത്തെ വേരോടെ പിഴുതുമാറ്റി വന ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് മിഷൻ മഞ്ഞക്കൊന്ന. ഇനി മിഷൻ കൃഷി പുനരുജ്ജീവനം എന്നാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി തിരികെ കൊണ്ടുവരുന്നതിനും വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മിഷൻ കൃഷി പുനരുജ്ജീവനം. ഓർത്തുവെക്കുക. അപ്പോൾ കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിനായി സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച 2 തീവ്രയജ്ഞ മിഷനുകളാണ് മിഷൻ മഞ്ഞക്കൊന്ന, മിഷൻ കൃഷി പുനരുജ്ജീവനം. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ട് ഏതാണ്? തസ്രാക്ക്. ഓർത്തുവെക്കുക. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടാണ് തസ്രാക്ക്. നെക്സ്റ്റ്, 2026 ജനുവരിയിൽ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ആരാണ്? സുനേത്ര പവാർ. 2026 ജനുവരിയിൽ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത് ആരാണ്? സുനേത്ര പവാറാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്റ്റായി മാറുന്ന ജില്ല ഏതാണ്? അരുണാചൽ പ്രദേശിലെ കെയി പനിയോറാണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്റ്റായി മാറുന്ന ജില്ലയാണ് അരുണാചൽ പ്രദേശിലെ കെയി പനിയോർ. പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ ആവിഷ്കരിച്ച ബയോ ഹാപ്പിനെസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈയൊരു പദ്ധതി. ജൈവ വൈവിധ്യ സംരക്ഷണവും ജനങ്ങളുടെ ക്ഷേമവും ഒന്നിച്ച് പരിസ്ഥിതി സൗഹൃദപരമായ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടാണ് ഈയൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്റ്റായി മാറുന്ന ജില്ല ഏതാണ്? അരുണാചൽ പ്രദേശിലെ കെയി പനിയോറാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? ICGS സമുദ്രപ്രതാപ്. ഓർത്തുവെക്കുക. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് ICGS സമുദ്രപ്രതാപ്. കടലിലെ എണ്ണച്ചോർച്ച തടയുക, സമുദ്ര മലിനീകരണം നിയന്ത്രിക്കുക, തീപിടുത്തം അണയ്ക്കുക, തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ചുമതലകൾ. ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? ICGS സമുദ്രപ്രതാപാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2024-25 കാലയളവിലെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി അഥവാ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഓർത്തുവെക്കുക. 2024-25 കാലയളവിലെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി അഥവാ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ചൈനയെ മറികടന്നാണ് ഈയൊരു നേട്ടം ഇന്ത്യ കൈവരിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ 2024-25 കാലയളവിലെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി അഥവാ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഈയൊരു നേട്ടം കൈവരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ ഏതാണ്? പ്രളയ് മിസൈലുകൾ. ഓർത്തുവെക്കുക. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രളയ് മിസൈലുകൾ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് തികച്ച താരം ആരാണ്? വിരാട് കോഹ്ലി. ഓർത്തുവെക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് തികച്ച താരമാണ് വിരാട് കോഹ്ലി. 2026 ജനുവരി 11 ന്യൂസിലാൻഡിനെതിരായ ഏകദിന മത്സരത്തിലാണ് കോഹ്ലി ഈയൊരു നാഴികക്കല്ല് പിന്നിട്ടത്. വെറും 624 ഇന്നിങ്സുകളിൽ നിന്നാണ് അദ്ദേഹം 28,000 റൺസ് എന്ന നേട്ടം കൈവരിച്ചത്. ഓർത്തുവെക്കുക. അന്താരാഷ്ട്ര
ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് തികച്ച താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. 2026 ജനുവരി 11 ന്യൂസിലാൻഡിനെതിരായ ഏകദിന മത്സരത്തിലാണ് കോഹ്ലി ഈ ഒരു നാഴികക്കല്ല് പിന്നിട്ടത് എന്ന് ഓർത്തുവെക്കുക. വെറും 624 ഇന്നിങ്സുകളിൽ നിന്നാണ് അദ്ദേഹം 28,000 റൺസ് എന്ന നേട്ടം കൈവരിച്ചത്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? രോഹിത് ശർമ്മയ്ക്കാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അതായത് 650+ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? രോഹിത് ശർമ്മയ്ക്കാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തി ആദ്യമായി വിജയ് ഹസാരെ ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? വിദർഭയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തി ആദ്യമായി വിജയ് ഹസാരെ ട്രോഫി കിരീടം നേടിയ ടീമാണ് വിദർഭ. നെക്സ്റ്റ്, ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായ ടീം ഏതാണ്? സെനഗലാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായ ടീമാണ് സെനഗൽ. നെക്സ്റ്റ്, T20 അന്താരാഷ്ട്ര മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി മാറിയ ഭൂട്ടാനീസ് താരം ആരാണ്? സോനം യഷി. T20 അന്താരാഷ്ട്ര മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി മാറിയ ഭൂട്ടാനീസ് താരമാണ് സോനം യഷി. നെക്സ്റ്റ്, അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആരാണവർ? സൈന നെഹ്വാളാണ്. ഓക്കെ, ഓർത്തുവെക്കുക. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചു. അവരുടെ പേരാണ് സൈന നെഹ്വാൾ. നെക്സ്റ്റ്, വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ഡെൽസി റോഡ്രിഗസ്. ഓക്കെ, ഓർത്തുവെക്കുക. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ഡെൽസി റോഡ്രിഗസ് ആണെന്ന് ഓർത്തുവെക്കുക. 2026 ജനുവരിയിൽ അമേരിക്കൻ സൈന്യം വെനസ്വേലൻ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും പിടികൂടി US-ലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ഡെൽസി റോഡ്രിഗസ് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി US വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ നടത്തിയ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓക്കെ, ഓർത്തുവെക്കുക. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി US വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്ന മഡൂറോയെ പിടികൂടി US-ൽ വിചാരണയ്ക്കെത്തിക്കുക എന്നതായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി US വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. നെക്സ്റ്റ്, യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21-ാമത്തെ രാജ്യമായി മാറിയത് ഏതാണ്? ബൾഗേറിയയാണെന്ന് ഓർത്തുവെക്കുക. യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21-ാമത്തെ രാജ്യമായി മാറിയത് ബൾഗേറിയയാണെന്ന് ഓർത്തുവെക്കുക. ഇത് മുൻപ് ബൾഗേറിയയിൽ ഉണ്ടായിരുന്ന കറൻസി, അതായത് ബൾഗേറിയയിലെ പഴയ കറൻസി ഏതായിരുന്നു? ലെവ് ആയിരുന്നു എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21-ാമത്തെ രാജ്യമായി മാറിയത് ബൾഗേറിയയാണ്. ബൾഗേറിയയിലെ പഴയ കറൻസിയാണ് ലെവ്. നെക്സ്റ്റ്, ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ നാഗേഷ് കപൂറാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂറാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? രാജൻ ഗുരുക്കൾ. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് രാജൻ ഗുരുക്കൾ. നെക്സ്റ്റ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് RK അഗർവാളാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് RK അഗർവാളാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ദേശീയ അന്വേഷണ ഏജൻസിയുടെ അതായത് NIA പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? രാകേഷ് അഗർവാൾ. ഓക്കെ, ഓർത്തുവെക്കുക. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അതായത് NIA പുതിയ മേധാവിയായി നിയമിതനായത് രാകേഷ് അഗർവാളാണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, മക്കോർമിക് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായത് ആരാണ്? ദീന പവലാണ്. ഓക്കെ, ഓർത്തുവെക്കുക. മക്കോർമിക് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായത് ദീന പവലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടി ആരാണ്? ശാരദ. ഓക്കെ, ഓർത്തുവെക്കുക. മലയാള ചരിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടിയാണ് ശാരദ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ നടിയാണ് ശാരദ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ. ഓക്കെ, ഓർത്തുവെക്കുക. എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായ ഭാഷാശാസ്ത്രജ്ഞനാണ് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ. ഭാഷാശാസ്ത്ര ശാഖയ്ക്കും മലയാള സാഹിത്യത്തിനും അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 50,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായ ഭാഷാശാസ്ത്രജ്ഞനാണ് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ. നെക്സ്റ്റ്, സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രദീപ് ഓർക്കാട്ടേരിയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രദീപ് ഓർക്കാട്ടേരി ാണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിൻ്റെ പുല്ലരി മധുരം എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓക്കെ, സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രദീപ് ഓർക്കാട്ടേരിയാണ്. അദ്ദേഹത്തിൻ്റെ പുല്ലരി മധുരം എന്ന കൃതിക്കാണ് പുരസ്കാരം. നെക്സ്റ്റ്, 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? OV ഉഷ. ഓക്കെ, ഓർത്തുവെക്കുക. 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് OV ഉഷയാണെന്ന് ഓർത്തുവെക്കുക. അവരുടെ പ്രിയ കവിതകൾ എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം. ഓക്കെ, 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് OV ഉഷയാണെന്ന് ഓർത്തുവെക്കുക. അവരുടെ പ്രിയ കവിതകൾ എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം. നെക്സ്റ്റ്, സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സംവിധായകനായ പ്രിയദർശനാണെന്ന് ഓർത്തുവെക്കുക. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശനാണെന്ന് ഓർത്തുവെക്കുക. 75,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥിൻ്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീതം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചലച്ചിത്ര നടനായ ബാലചന്ദ്ര മേനോനാണെന്ന് ഓർത്തുവെക്കുക. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥിൻ്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീതം പുരസ്കാരത്തിന് അർഹനായത് സംവിധായകനും ചലച്ചിത്ര നടനുമായ ബാലചന്ദ്ര മേനോനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ഗ്രാസ മാഷൽ. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാഷൽ. 1 കോടി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാഷൽ. 1 കോടി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, ഭൂമിക്കടിയിലെ ഫംഗൽ നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുൻനിർത്തി പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് 2026 അർഹനായ അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആരാണ്? ടോബി കീഴ്സ്. ഓക്കെ, ഓർത്തുവെക്കുക. ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുൻനിർത്തി പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് 2026 അർഹയായ അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റാണ് ടോബി കീഴ്സ്. നെക്സ്റ്റ്, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സാഹിത്യ വിമർശകൻ ആരാണ്? EP രാജഗോപാലൻ. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് EP രാജഗോപാലൻ. അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് EP രാജഗോപാലൻ. അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. നെക്സ്റ്റ്, കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കോവളത്താണ്. ഓക്കെ, ഓർത്തുവെക്കുക. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദിയാണ് കോവളം.
നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമായത് കൊട്ടാരക്കരയിലാണെന്ന് ഓർത്തുവെക്കുക. ഈ ഒരു കേന്ദ്രത്തിന് കമ്മ്യൂൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമായത് കൊട്ടാരക്കരയിലാണെന്ന് ഓർത്തുവെക്കുക. ഈ ഒരു വർക്ക് നിയർ ഹോം കേന്ദ്രത്തിന് പേരിട്ടിരിക്കുന്നത് കമ്മ്യൂൺ എന്നാണ്. IT മേഖലയുടെ വികേന്ദ്രീകരണവും പ്രൊഫഷണലുകൾക്ക് സ്വന്തം വീടിനടുത്ത് തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള ഓഫീസ് സൗകര്യങ്ങളോടെ ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുകയുമാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, ഓർത്തുവെക്കുക. IT മേഖലയുടെ വികേന്ദ്രീകരണവും പ്രൊഫഷണലുകൾക്ക് സ്വന്തം വീടിനടുത്ത് തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള ഓഫീസ് സൗകര്യങ്ങളോടെ ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുകയുമാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നെക്സ്റ്റ്, 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണെന്ന് ഓർത്തുവെക്കുക. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യമാണ് ജർമ്മനി. ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി മുതൽ ജർമ്മനിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ട് ട്രാൻസിറ്റ് വിസ ആവശ്യമില്ല. അതായത് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ട്രാൻസിറ്റ് സോണിന് പുറത്ത് കടക്കാനോ വിമാനത്താവളത്തിന് പുറത്തിറങ്ങാനോ നഗരം സന്ദർശിക്കാനോ ഉള്ള അനുമതിയില്ല. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യമാണ് ജർമ്മനി. നെക്സ്റ്റ്, കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ് ഏതാണ്? K ഇനം. ഓക്കെ, ഓർത്തുവെക്കുക. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡാണ് K ഇനം. കുടുംബശ്രീയുടെ കീഴിലുള്ള മികച്ച ഗുണനിലവാരമുള്ള കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ ഒരു കുടക്കീഴിലാക്കി ആഗോള വിപണിയിൽ ബ്രാൻഡ് ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. കുടുംബശ്രീയുടെ കാർഷിക വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ് ഏതാണ്? K ഇനമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണെന്ന് ഓർത്തുവെക്കുക. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണെന്ന് ഓർത്തുവെക്കുക. അതോടൊപ്പം ഇന്ത്യയുടെ സ്ഥാനം 82 കൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 82. നെക്സ്റ്റ്, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണെന്ന് ഓർത്തുവെക്കുക. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഭാരതപ്പുഴ അല്ലെങ്കിൽ നിളയുടെ തീരത്താണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീട ജേതാക്കൾ ആരാണ്? കണ്ണൂരാണെന്ന് ഓർത്തുവെക്കുക. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീട ജേതാക്കൾ ആരാണ്? കണ്ണൂരാണെന്ന് ഓർത്തുവെക്കുക. 2-ാം സ്ഥാനം തൃശ്ശൂരിനാണ് ലഭിച്ചത്. ഓക്കെ, 1-ാം സ്ഥാനം കണ്ണൂരിനും 2-ാം സ്ഥാനം തൃശ്ശൂരിനുമാണ് ലഭിച്ചത്. ഇനി 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓൺലൈനായി പങ്കെടുത്ത കുട്ടിയുടെ പേര് എന്താണ്? സിയ ഫാത്തിമ. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓൺലൈനായി പങ്കെടുത്ത കുട്ടിയുടെ പേരാണ് സിയ ഫാത്തിമ. നെക്സ്റ്റ്, കേരളത്തിൽ കെ ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന സഹകരണ ബാങ്ക് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക് ആണെന്ന് ഓർത്തുവെക്കുക. കേരളത്തിൽ കെ ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന സഹകരണ ബാങ്കാണ് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്. കേരളത്തിൽ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ അനുമതി ലഭിച്ച ആദ്യ സഹകരണ ബാങ്കാണ് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്. ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ് എന്നിവ വഴിയാണ് വിപണിയിൽ എത്തിക്കുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ കേരളത്തിൽ കെ ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന സഹകരണ ബാങ്ക് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കാണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ് 2026 ജനുവരി 28-നുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരാണ്? അജിത് പവാർ. ഓക്കെ, ഓർത്തു വെക്കുക. 2026 ജനുവരി 28-നുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാർ. നെക്സ്റ്റ് 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഹൈക്കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് എസ് സിരി ജഗൻ. ഓക്കെ, ഓർത്തു വെക്കുക. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് എസ് സിരി ജഗൻ. നെക്സ്റ്റ് 2026 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത BBC പത്രപ്രവർത്തകൻ ആരാണ്? മാർക്ക് ടള്ളി. ഓക്കെ, ഓർത്തു വെക്കുക. 2026 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത BBC പത്രപ്രവർത്തകനാണ് മാർക്ക് ടള്ളി. നെക്സ്റ്റ് 2026 ജനുവരി 7-ന് അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2026 ജനുവരി 7-ന് അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. നെക്സ്റ്റ് 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തി ആരാണ്? VK ഇബ്രാഹിം കുഞ്ഞ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തിയാണ് VK ഇബ്രാഹിം കുഞ്ഞ്. നെക്സ്റ്റ് 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തി ആരാണ്? സുരേഷ് കൽമാഡി. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തിയാണ് സുരേഷ് കൽമാഡി.